ഇടുക്കിയിൽ കേരള ബാങ്കിനായി 1.5 കോടിയിലധികം രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ചിട്ട് 1.5 പതിറ്റാണ്ട് പിന്നിട്ടും ഇനിയും ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല. കേരള ബാങ്ക് 2011 നെടുങ്കണ്ടത്ത് നിർമ്മിച്ച കെട്ടിടമാണ് 2026 അനാഥമായി കിടക്കുന്നത്. ഇപ്പോഴും ഇവിടെ ബാങ്കിന്റെ 2 ശാഖകൾ പ്രവർത്തിക്കുന്നത് 10,000 വാടക നൽകിയാണ്. കുമളി മൂന്നാർ സംസ്ഥാനപാതയോട് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. 2011 60 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം പോലും നടത്താതെ അനാഥമായി കിടക്കുന്ന കെട്ടിടം 5 വർഷത്തിനു ശേഷം വീണ്ടും 90 ലക്ഷം രൂപ മുടക്കി നവീകരണം നടത്തി. ഇതിനിടയിൽ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി മുകളിലത്തെ നിലയിൽ ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയാണ് 2ാം ഘട്ട നിർമ്മാണം നടത്തിയത്. ഇതിനിടയിൽ കനത്ത മഴയെ തുടർന്ന് കെട്ടിടത്തിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ട ഇടിഞ്ഞു വീണതോടെ 24 ലക്ഷത്തോളം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയാക്കി കാട് കയറി നശിക്കാൻ വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്ന് നടക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല. നെടുങ്കണ്ടത്ത് 2 കേരള ബാങ്കിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിലേക്ക് ആ ശാഖകൾ മാറ്റി പ്രവർത്തിക്കുന്നതിനുള്ള എന്ത് തടസ്സമാണ് എന്ന് കേരള ബാങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത് വലിയ സാമ്പത്തിക അഴിമതിക്ക് കാരണമായിട്ടുള്ള സ്ഥാപനമാണ്. അഴിമതി നടത്തിയ ആളുകളെ കണ്ടെത്തണം. അഴിമതികൾ പുറത്തു കൊണ്ടുവരണം. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും കേന്ദ്രമായ കെട്ടിടം അടിയന്തരമായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി.